മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ അമ്മ വീട് പാർട്ട് 9. പ്രശാന്ത് പാടുന്നത് മുൻപൊരിക്കലും ശ്രുതി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പാടാൻ കഴിയാത്തത് കൊണ്ട് പാടുന്നവരോട് അസൂയയും പാട്ടിനോടൊരു വിരക്തിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്വരത്തോടൊരടുപ്പവും ആ വരികളോട് ഒരാകർഷണവും അനുഭവപ്പെടുന്നു. എന്തപരാധം ചെയ്തു ഞാൻ? ആ ചോദ്യം തൻ്റെ നേർക്കാണോ എന്ന് പോലും അവൾക്ക് സംശയമായി. മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ ആ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു യദുവിനെ പിടിച്ചു വലിച്ച് മുകളിലെ സ്റ്റഡി റൂമിൽ കൊണ്ടുപോയാക്കി വാതിലടയ്ക്കുമായിരുന്നു. ഇപ്പോൾ ആ കൊച്ചുമുഖത്തെ സന്തോഷം ഊതിക്കെടുത്താൻ ശ്രുതിക്ക് മനസ്സ് വന്നില്ല. മാത്രമല്ല, എന്തോഹോ വല്ലഭ അവസാനിക്കും വരെ ആ ജാലകവിരിയുടെ വിടവിൽ മുഖമണച്ചു വെച്ച് അവൾ നിന്നു. തിരികെ മുകളിലുള്ള അമ്മയുടെ കിടക്കറയിലെത്തിയപ്പോൾ ശ്രുതിക്ക് തന്നോട് തന്നെ ഒരു മുഷിവ് തോന്നി. കിടക്കയുടെ പാതയിൽ ചുവരിലേക്ക് മുഖം തിരിച്ചു വെച്ച് അവൾ ചരിഞ്ഞു കിടന്നു. സോപ്പിട്ട് കഴുകി തുടച്ച മുഖത്ത് കോൾഡ് ക്രീം പുരട്ടിക്കൊണ്ടിരിക്കുന്ന ഗിരിജാന്തർജനത്തിന് അത്ഭുതത്തിൽ മകളെ നോക്കി. എന്തു പറ്റി മുന്നു? സുഖമില്ലേ കുട്ടിക്ക്? എന്തോ ഒരു ക്ഷീണം പോലെ. ഒന്നുറങ്ങി എണീക്കുമ്പോഴേക്കും ശരിയാവുമെന്ന് തോന്നുന്നു. നീല കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഗിരിജ കിടക്കയിൽ മകളുടെ അരികിൽ വന്നിരുന്നു. ക്ഷീണം മനസ്സിൻ്റെതാണെന്ന് അമ്മയ്ക്കറിയാം. ഞങ്ങൾ എത്ര നന്നായിട്ടാണ് നിന്നെ വളർത്തിയത്. നല്ല നിലയിലുമെത്തി. നിന്റെ ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുക്കിയായ ഡോക്ടറാണ് നീയെന്ന് ഓരോരുത്തർ പറയുമ്പോൾ അഭിമാനം ഈ അമ്മയെ അഹങ്കാരി പോലും ആക്കാറുണ്ട്. എന്നിട്ടിപ്പോൾ നീതാ ആകെ മൂഡ് ഓഫ് ആയിട്ട്. കണ്ണുകൾ പൂട്ടിവെച്ച് കിടന്നിരുന്ന ശ്രുതി പെട്ടെന്ന് ഉറക്കമായോ എന്ന് ഗിരിജയ്ക്ക് സംശയമായി. എനിക്കറിയാം, പ്രശാന്തുമായി വഴക്കിട്ട് ആ ഡോക്ടർ സുജിത്തിനോട് കമ്പനിയായത് നിന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കണമെന്ന്. കൂട്ടത്തിൽ ആ വൃത്തികെട്ട വേലക്കാരിയുമായി വഴക്കിടേണ്ടി വന്നത്. അത്തരക്കാരുമായി ജീവിതത്തിൽ നീ സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ എൻ്റെ കുട്ടി. എല്ലാറ്റിനും കാരണക്കാരി ആ സ്ത്രീയാണ്. അവരാച്ച ഇവിടെ വന്ന് പരമസുഖമായി കഴിയുന്നു. മകനും കൊച്ചുമകനും അവരുടെ പോക്കറ്റിലായി. വീട്ടുവേലക്കാരി ഇനി അടുത്തത് നിന്റെ അച്ഛനാവാനാണ് സാധ്യത. ആ വർത്തമാനത്തിലും സുമംഗല ടീച്ചറോട് അലിവ് പ്രകടമായി തുടങ്ങിയിരിക്കണു. പെട്ടെന്ന് കൈത്തലമുയർത്തി കാതു പൊത്തിവെച്ചു ശ്രുതി. മകൾ ഉറങ്ങിയിട്ടില്ലെന്നും അവൾക്ക് തൻ്റെ വർത്തമാനം സൂഹിക്കുന്നില്ലെന്നും ഗിരിജയ്ക്ക് ബോധ്യമായി. അതോടെ അവരും ഉറങ്ങാനുള്ള ഒരു ഒരുക്കമായി. പുലരും മുമ്പേ 5-ന് എഴുന്നേറ്റ് ശ്രുതി 3-ാം നിലയുടെ പാരപ്പറ്റിൽ ജോഗിങ് ആരംഭിച്ചപ്പോൾ താഴെ പോർച്ചിൽ നിന്ന് പ്രശാന്തിൻ്റെ കാർ പുറത്തേക്ക് പോകുന്നത് കണ്ടു. 4-നും 4:30-ക്കും എഴുന്നേൽക്കുന്ന കൂട്ടത്തിലാണ് പ്രശാന്തെങ്കിലും നേരം പുലരും മുമ്പ് അയാൾ പുറത്തു പോവാറില്ല. അപ്പോൾ തന്നെ അവൾ താഴെ എത്തി സെക്യൂരിറ്റിയോട് അന്വേഷിച്ചു. പ്രശാന്ത് സാർ തനിച്ചല്ല, അയാൾ പറഞ്ഞു. അമ്മയും യദുമോനും ഉണ്ട്. അവർ ശ്രീപത്മനാഭനെ തൊഴാൻ പോയതാണ്. പഴവങ്ങാടിയിലും ആറ്റുകാലിലും പോയിട്ടേ മടങ്ങി വരൂ. ശ്രുതിക്ക് വല്ലാത്ത വ്യസനവും അസൂയ അനുഭവപ്പെട്ടു. താൻ തനിച്ചായിരിക്കണു. പ്രശാന്തിന് സ്വന്തമായൊരു ലോകമായിരിക്കണു. തൻ്റെ മുന്നിൽ സുമംഗല ടീച്ചർ വിജയിച്ചിരിക്കണു. കുളിച്ച് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടാനായി അവൾ പോർച്ചിലെത്തിയപ്പോഴാണ് പ്രശാന്തിൻ്റെ കാർ തടാകത്തിന് മേലെയുള്ള ബ്രിഡ്ജ് കടന്ന് തൊട്ടരികിൽ വന്ന് നിന്നത്. മുൻവാതിൽ തുറന്നാണ് യദു അച്ചമ്മയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വന്നത്. ശ്രുതിയെ കണ്ട ഭാവം നടിച്ചില്ലവൻ. അച്ഛനും മകനും അച്ചമ്മയും മുന്നിൽ ഒരുമിച്ചിരുന്നാണ് യാത്ര ചെയ്തിരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സുമംഗല ടീച്ചർ ശ്രുതിയെ നോക്കി പുഞ്ചിരിച്ചു. ആഗ്രഹിച്ചിട്ടും പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല. കയ്യിലെ വെള്ളിത്തട്ടവുമായി അവർ ശ്രുതിയുടെ അരികിലെത്തി. അണിവിരൽ തുമ്പിൽ ചന്ദനം തൊട്ട് ആ നെറ്റിയിൽ ചരച്ചു. മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ അവൾ ആ നിമിഷം മായ്ച്ചു കളഞ്ഞേനെ. ആറ്റുകാലമ്മയുടെ പ്രസാദമാണ് മോളെ, ടീച്ചർ അറിയിച്ചു. കാലുഷ്യങ്ങളൊക്കെ അകന്ന് ഈ മനസ്സിൽ സ്നേഹം നിറയാൻ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് നേർക്ക് തിരിഞ്ഞില്ലെങ്കിലും ശ്രുതിയുടെ മുഖത്തെ കാഠിന്യം ഒന്നയഞ്ഞു. അപ്പോഴേക്കും പ്രശാന്തൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നു. പക്ഷേ ശ്രുതി എന്നൊരു വ്യക്തി അരികിലുള്ളതായി പോലും അയാൾ ഭാവിച്ചില്ല. പെട്ടെന്ന് അവൾ തിരിഞ്ഞു തൻ്റെ കാറിൽ കയറി. അത് സാവധാനം പുറത്തേക്ക് ഒഴുകി മറഞ്ഞു. അമ്മ എന്തിനെ വെറുതെ നാണം കെട്ട് ശ്രുതിയോട് വർത്താനം പറയണത്? തിരിച്ചവൾ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. പ്രശാന്ത് തിരക്കി. ഇങ്ങട് മിണ്ടിയില്ലേലും ഞാൻ അങ്ങട് മിണ്ടണ്ടേ? ഞാനൊരു അമ്മയല്ലേ? എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ അവൾ. നീയും യദുവും അവളെ അവഗണിച്ചു. അതുപോലും അമ്മയ്ക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ശ്രുതിയുമായി പൊരുത്തപ്പെട്ടു പോവാൻ എനിക്കാവില്ലമ്മേ. വേണമെങ്കിൽ അന്യരെ പോലെ ഈ വീട്ടിൽ ഒരുമിച്ച് കഴിയാം, അല്ലെങ്കിൽ 2 വഴിക്ക് പിരിയാം. എന്ത് വേണമെന്ന് അവൾ തീരുമാനിക്കട്ടെ. യദു എൻ്റെ ഒപ്പം ഉണ്ടാകും. ശ്രുതി കൂട്ടിക്കോട്ടെ. നിങ്ങൾ പിരിയുന്നൊപ്പം കുട്ടികളെയും പിരിക്കാനോ? അതൊന്നും ഞാനല്ലമ്മേ തീരുമാനിക്കേണ്ടത്. സ്വന്തം ഇല്ലവും വളപ്പും വിറ്റുതൊലച്ച പണം കൊണ്ട് ഞാൻ പണിഞ്ഞ വീട്ടിൽ എൻ്റെ അമ്മയെ നിർത്തരുതെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു കാലത്തും എനിക്കത് അനുവദിക്കാനാവില്ല.
ആർക്ക് ഈർഷ്യ തോന്നിയാലും എനിക്കത് പ്രശ്നമല്ല. മറ്റൊന്ന്, എൻ്റെ പത്നിയായി തുടരണ വ്യക്തി കാണുന്ന പുരുഷന്മാരോടൊപ്പം വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കണതും അവരോടൊപ്പം പുറത്ത് ചുറ്റി അടിക്കണതും എനിക്ക് പൊറുക്കാനാവില്ല. പ്രശാന്ത് നേരെ അകത്തേക്ക് കയറിപ്പോയി. ചൂടന അച്ചമ്മയുടെ കൈ പിടിച്ചു ചെയ്തു. എന്നാലും എനിക്കിഷ്ടം അച്ചയാ. അമ്പലത്തിൽ നിന്ന് വരാൻ വൈകിയതിനാൽ യദുവിൻ്റെ സ്കൂൾ ബസ് മിസ്സായിരുന്നു. അതുകൊണ്ട് തിടുക്കത്തിൽ ചായ കഴിച്ച് അച്ഛൻ മകനെയും കൊണ്ട് കാറിൽ സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഭാഗവത പാരായണം കൂടി കഴിഞ്ഞിട്ടാണ് ടീച്ചർ പ്രാതൽ കഴിക്കാൻ ഡൈനിങ് റൂമിലെത്തിയത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഈണത്തിൽ പനിമതിമുഖി ബാലെ കേൾക്കാമായിരുന്നു. അത്ഭുതത്തിലാണ് അവർ അടുക്കളയുടെ വാതിക്കൽ ചെന്ന് നോക്കിയത്. കറുത്ത കര നേരിയത് ചുറ്റി നീണ്ട മുടി തുമ്പ് കെട്ടി ഒരു സ്ത്രീ പിന്തിരിഞ്ഞു നിന്ന് പച്ചക്കറി അരിയണുണ്ട്. നേരെ മുന്നിൽ ചെന്നപ്പോഴാണ് അത് രാജസുലോചനയാണെന്ന് ടീച്ചർക്ക് മനസ്സിലായത്. അമ്മ എനിക്ക് തന്ന കറുത്ത കര പുടവയാണ് കേട്ടോ, അവൾ ചിരിച്ചു. സുലോചന ഉടുത്തിട്ട് ഷേലുണ്ടോ അമ്മ? കണ്ടാൽ അറിയാതെയായി. ആനന്ദാശ്രുക്കൾ പൊഴിയണ മിഴികളോടെ അവർ സുലോചനെ അടിമുടി നോക്കി. പക്ഷേ ഞാനിപ്പോൾ ഓടി വന്നത് ഈ നേരിയത് കണ്ടല്ല, നിന്റെ പാട്ട് കേട്ടാ. നീ തന്നെയാണോ പാടിയത്? നാണത്തിൽ അവൾ ചുണ്ട് കടിച്ചമർത്തി. നല്ല സ്വരവാസനയുണ്ട് നിനക്ക്, ടീച്ചർ തുടർന്നു. പാട്ട് പഠിച്ചതാണോ നീ? ശകലം. അച്ചച്ചൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ചച്ചനാ പഠിക്കാൻ വിട്ടത്. അന്നൊക്കെ സിനിമയിൽ കയറണമെങ്കിൽ പാട്ടും ഡാൻസും പഠിക്കാതെ പറ്റത്തില്ല. എനിക്കാണെങ്കിലോ ഡാൻസ് ഇഷ്ടമേ അല്ല. പക്ഷേ പാട്ടിൽ ഞാൻ മുന്നിലായിരുന്നു. എന്നിട്ടും 6 മാസത്തിനപ്പുറം പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം പാടിയ പാട്ട് അമ്മ ഇന്നലെ മുറിയിലിരുന്ന് പാടുന്നത് കേട്ട് പഠിച്ചതല്ലയോ? ആകെ 2 വരി അറിയത്തോളൂ. എന്നാലും നീ എന്നാ പാട്ട് തുടരേണ്ടതായിരുന്നു സുലോചനെ. എങ്കിൽ നിനക്കിങ്ങനെ അടുക്കളക്കാരിയായി ഒതുങ്ങേണ്ടി വരില്ലായിരുന്നു. മോളിലിരിക്കണ ആള് തലയിൽ എഴുതിയതല്ലേ നടക്കത്തോളൂ അമ്മ. എനിക്കിപ്പോൾ അതിലൊന്നും ഒരു പ്രയാസവും ഇല്ല. അമ്മയെപ്പോലെ സ്നേഹമുള്ള ഒരമ്മയോടൊപ്പം കഴിയാനൊത്തല്ലോ എനിക്ക്. പക്ഷേല് 6 മാസം കഴിയുമ്പോൾ ഇവിടുന്ന് പോണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു പ്രയാസം. മുൻപൊക്കെ അടുക്കളപ്പണി കഴിഞ്ഞ് സുലു കുളിക്കത്തുള്ളൂ. ഇപ്പം അമ്മയെപ്പോലെ തന്നെ ഞാനും 4 മണിക്ക് എണീറ്റ് കുളിച്ചിട്ടാ അടുക്കളയിൽ കയറുന്നത്. എന്തൊരു സുഖവാത്. പ്രാതൽ കഴിഞ്ഞതും ടീച്ചർ രാജസുലോചനോടൊപ്പം ഇരുന്ന് പഴയ ചില പാട്ടുകൾ സാധകം ചെയ്തു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അന്ന് പ്രശാന്തും അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ കൈ കഴുകിയപ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ ദാമോദരൻ നമ്പൂതിരിയും അമ്മ ഗിരിജയും ഡൈനിങ് ഹാളിലെത്തി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പ്രശാന്ത് ഉണ്ടാകുമെന്ന് താൻ കരുതിയതേയില്ല. വൈകിട്ടെത്തുമ്പോൾ മോനോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എന്തേയെങ്കിൽ ആകാംക്ഷയിൽ പ്രശാന്ത് തിരക്കി. മോനറിയാമല്ലോ. നമ്പൂതിരിപ്പാട് ആ മുഖത്തേക്ക് നോക്കി. കോടതി മുഖേന മോനയച്ച കടലാസുകൾ ഞാൻ കൈപ്പറ്റി. പ്രശാന്ത് ഒന്ന് വല്ലാതെയായി. സുമംഗല ടീച്ചർ ചോദ്യഭാവത്തിൽ മകൻ്റെ നേർക്ക് തിരിഞ്ഞു. പ്രശാന്തിൽ നിന്ന് മറുപടി വരാൻ വൈകിയപ്പോൾ അവർ നമ്പൂതിരിപ്പാടിനെ അഭിമുഖീകരിച്ചു. എനിക്ക് മനസ്സിലായില്ല. വിവാഹമോചനത്തിനുള്ള കടലാസാവുമെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്, നമ്പൂതിരിപ്പാട് പറഞ്ഞു. പക്ഷേ അതല്ല പ്രശാന്തിന് വേണ്ടത്. പിന്നെ ഈ വീട് പണിഞ്ഞതിൻ്റെ കൂലി, ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ ബില്ല്, നിർമ്മാണ തൊഴിലാളികൾക്ക് 2 മാസത്തേക്ക് നൽകിയ ശമ്പളം എല്ലാം കൂടി കൂട്ടുമ്പോൾ എനിക്കുള്ളതെല്ലാം വിറ്റാലും പ്രശാന്തിൻ്റെ കടം വീട്ടാനാവില്ല. കള്ളക്കണക്ക് എഴുതിയതാണോ ഉണ്ണി നീ? ടീച്ചർ ചോദിച്ചു. അല്ലമ്മേ, എല്ലാം കൃത്യമായ സത്യസന്ധമായ കണക്കുകളാണ്. നമ്മുടെ 16 കെട്ടും 8 ഏക്കർ വളപ്പും വിറ്റു പണം കൊണ്ടുവന്ന് ഞാൻ ഈ 10 സെന്റിൽ കുഴിച്ചിടുകയായിരുന്നു. അങ്ങനെ പറയരുത് മോനെ, ദാമോദരൻ നമ്പൂതിരിപ്പാട് അപേക്ഷിച്ചു. നിന്റെ വേളിക്കും മക്കൾക്കും വേണ്ടിയല്ലേ നീ ഈ വീട് പണിതത്? ഒപ്പം എനിക്കും എൻ്റെ അമ്മയ്ക്കും കൂടി വേണ്ടിയാ. വേളിയും മക്കളും വീടിനകത്ത് കിടന്നുറങ്ങുമ്പോൾ നമ്പൂതിരി പെരുവഴിയിൽ ചെന്ന് കിടക്കണമെന്നാണോ അങ്കിൾ പറയുന്നത്? അങ്ങനെയല്ല മോനെ, വേളിക്ക് അവകാശപ്പെട്ടത് നമ്പൂതിരിക്കും കൂടി അവകാശപ്പെട്ടത് തന്നെയാ. അപ്പോൾ വേളി വിവാഹമോചനം ആവശ്യപ്പെട്ടാലോ? അവൾ ഒരു ശുണ്ടിക്കാരിയാണെന്നറിയാലോ. ദേഷ്യം വരുമ്പോൾ വല്ലതും പറഞ്ഞെന്നിരിക്കും. അതൊന്നും അതേപടി പ്രവർത്തിക്കണമെന്നില്ലല്ലോ. പ്രവർത്തിച്ചാലോ അങ്കിൾ? എൻ്റെ കാര്യത്തിലും എനിക്കെന്തെങ്കിലും കരുതൽ വേണ്ടേ? എൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ അതിലെൻ്റെ അമ്മയുടെ കാര്യവും പെടും. അതാണ് എനിക്ക് പ്രധാനം. സുപരിചിതയും മനസ്വിനിയുമായ ഒരമ്മയെ വയസ്സുകാലത്ത് മകൻ കൊണ്ടുവന്ന് നരകത്തിൽ ചാടിക്കാൻ പാടില്ല. അതും സ്വന്തം ബുദ്ധിമോശം കൊണ്ട്. ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. മോനെ, എനിക്ക് വേണ്ടി നീ, ടീച്ചർ പറയാൻ ആരംഭിച്ചു. അമ്മ മിണ്ടരുത്, പ്രശാന്തിൻ്റെ ശബ്ദമുയർന്നു. ഞാൻ എവിടേക്കെങ്കിലും പോയിക്കളയും. അതോടെ അവർ ചകിതയും നിശബ്ദയുമായി. ദാമോദരൻ നമ്പൂതിരി അതിനിടയിൽ അഭിപ്രായം അറിയാനെന്നോണം ഗിരിജാന്തർജനത്തിനെ നോക്കി.
എനിക്കൊന്നേ വേണ്ടൂ. പറഞ്ഞ് അവസാനിപ്പിക്കും പോലെ പ്രശാന്ത് തുടർന്നു. ഈ വീടും സ്ഥലവും തുല്യ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും എൻ്റെയും ശ്രുതിയുടെയും ഒരുമിച്ചുള്ള പേരിലാക്കണം. 1-2 പേരെ എനിക്ക് ഈ വീട്ടിൽ താമസിപ്പിക്കണമെങ്കിൽ അതിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കണം. ഇതെന്ത് തോന്നിയാസം എന്ന ഭാവത്തിൽ ഗിരിജ പെട്ടെന്ന് മൂക്കിൽ വിരൽ ചേർത്തു. പ്രശാന്ത് അത് കണ്ടതായി നടിച്ചില്ല. സ്ഥലം ശ്രുതിയുടെ പേരിലാണല്ലോ. വീടും ശ്രുതിക്ക് അവകാശപ്പെടണമെങ്കിൽ വീടിനായി ഞാൻ ചെലവഴിച്ച മുഴുവൻ തുകയും എനിക്ക് കിട്ടിയിരിക്കണം. എൻ്റെ ബിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യസന്ധമാണ്. എല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട്. അതിൽ യാതൊരു അയവുമില്ല. കുരുക്കിൽ പെട്ടതുപോലെയായിരുന്നു ദാമോദരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖം. എന്തെങ്കിലും കോംപ്രമൈസിന് എൻ്റെ കുട്ടി തയ്യാറാവുകയാണെങ്കിൽ? അതാണ് ആദ്യം എഴുതിയിരിക്കുന്ന ക്ലോസ്. വീടും സ്ഥലവും 2 പേർക്കും തുല്യ അവകാശമുള്ളതായി തിരുത്തണം. ഡൈവേഴ്സ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഒഴിഞ്ഞാലോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഗിരിജ വെളിപ്പെടുത്തി. അമ്മയുടെ മകളുടെ ആറ്റിറ്റ്യൂഡ്സൊക്കെ എപ്പോഴും മാറാമല്ലോ. രേഖകളൊക്കെ സുരക്ഷിതമായി വെച്ചാൽ എനിക്ക് പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. പിന്നെ അമ്മ ആഹാരം കഴിച്ച് പൂർത്തിയായോ എന്ന് പ്രശാന്ത് ശ്രദ്ധിച്ചു. സുമംഗല ടീച്ചർ വളരെ മുൻപേ ഊണ് മതിയാക്കിയിരുന്നു. എങ്കിൽ നമുക്ക് എഴുന്നേക്കാം അമ്മേ, പ്രശാന്ത് പറഞ്ഞു. കൈ കഴുകിയിട്ട് നമുക്ക് മുറിയിലേക്ക് പോവാം. തൻ്റെയും മകൻ്റെയും പാത്രങ്ങൾ സിങ്കിൽ കൊണ്ടുപോയി സോപ്പിട്ട് കഴുകി തുടച്ച ശേഷമാണ് ടീച്ചർ മടങ്ങിയത്. അത് കഴിഞ്ഞ് 1 മിനിറ്റ് പൂർത്തിയായപ്പോൾ ഒരു മുൻധാരണയൊന്നോടോളം ശ്രുതിയും ഡൈനിങ് ടേബിളിനരികിലെത്തി. പ്രശാന്ത് പറഞ്ഞതെല്ലാം ദാമോദരൻ നമ്പൂതിരി ആവർത്തിച്ചു. പ്രശാന്തിൻ്റെ ഡിമാൻഡ് ന്യായമാണെന്നായിരുന്നു ശ്രുതിയുടെ മറുപടി. ഗിരിജ അന്തർജനവും ദാമോദരൻ നമ്പൂതിരി ഞെട്ടലിൽ പരസ്പരം നോക്കി. എന്നിട്ട് ഗിരിജയാണ് ചോദിച്ചത്, നിനക്കിത് എന്തു പറ്റി മുന്നു? എനിക്ക് മനസ്സിലാവണേയില്ല. അമ്മയ്ക്കും അച്ഛനും അറിയാലോ, പ്രശാന്ത് ചിറ്റിലശ്ശേരിയിലെ ഇല്ലവും വളപ്പും വിറ്റ പണം കൊണ്ടാണ് ഈ വീട് പണിതതെന്നും അതിൻ്റെ രേഖകളും അയാൾ സൂക്ഷിച്ചിരിക്കണം. ആ സ്ഥിതിക്ക് ആ ഡിമാൻഡ് തള്ളാൻ പറ്റുമോ? 1-ലധികം ക്ലോസുകൾ അയാൾ വെച്ചിട്ടുണ്ട്. അതിലേതാണ് നിനക്ക് സമ്മതം? ദാമോദരൻ നമ്പൂതിരിയാണ് ചോദിച്ചത്. 2 പേരുടെ പേരിൽ ഒരു വീട് വെക്കണത് അത്ര സുഖകരമല്ല. അതും പരസ്പര ശത്രുതയിൽ കഴിയുന്ന 2 പേർ. പ്രശാന്തിൻ്റെ ബിൽ പേ ചെയ്യാൻ അച്ഛന് കഴിയുമെങ്കിൽ അയാളും അമ്മ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ കുട്ടികൾ? ഗിരിജ തിരക്കി. അതിന് രേഖകളൊന്നും ഉണ്ടാക്കണ്ട. ഇവിടെ നിൽക്കണമെന്നുള്ള ആളിന് ഇവിടെ നിൽക്കാം. അച്ഛയുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ പോവാം. തികച്ചും നിർവികാര മുഖത്തോടെയാണ് ശ്രുതി അറിയിച്ചത്. പക്ഷേ മോളെ, ദാമോദരൻ നമ്പൂതിരി വിക്കി, എൻ്റെ അവസ്ഥ ഞാൻ നിൻ്റെ അമ്മയെടുത്ത് പറഞ്ഞിരുന്നു. അവൾ നിൻ്റെ അടുത്ത് സൂചിപ്പിച്ച് കാണുമല്ലോ. പ്രശാന്തിൻ്റെ ബിൽ പേ ചെയ്യാനുള്ള പണം അച്ഛൻ്റെ കൈവശം ഇല്ലെന്നല്ലേ? അപ്പോൾ പിന്നെ പ്രശാന്തിൻ്റെ പണം കൊണ്ട് ഈ വീട് പണിയിച്ചത് അബദ്ധമായില്ലേ അച്ഛാ? ഇത്രയും വലിയ വീട് നമുക്ക് ആവശ്യമില്ലായിരുന്നു. ഒരു പക്ഷേ പ്രശാന്തിനെ പറ്റിക്കാമെന്നാവും അച്ഛൻ കരുതിയിരുന്നത്. അതാ നമ്മൾ കെണിയിലായതും. ഇനി എന്തു വേണമെന്ന് നീ പറഞ്ഞാൽ മതി. നമ്പൂതിരിയുടെ സ്വരം കനത്തു. പ്രശാന്തിൻ്റെ ബില്ല് പേ ചെയ്യാൻ പറ്റില്ലെന്നുറപ്പാണെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ വില തിരികെ വാങ്ങിക്കൊണ്ട് വീടും സ്ഥലവും നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാമല്ലോ അച്ഛാ. ഇല്ല, ദാമോദരൻ നമ്പൂതിരി മുഖം കുടഞ്ഞു. ഈ സ്ഥലം സ്വന്തമാക്കാൻ പണം മാത്രമല്ല കുട്ടി ഞാൻ കൊടുത്തത്. ഈ വീട് ഇടിച്ചു തകർത്ത് കളഞ്ഞാലും ഈ സ്ഥലം ഒരു സ്വർണ്ണ ഖനിയാ. പ്രശാന്തിൻ്റെ ബില്ല് പേ ചെയ്യാതെ വീട് ഇടിച്ചു പൊളിക്കാൻ പറ്റില്ലല്ലോ. സുമംഗല ടീച്ചറുടെ കാല് പിടിച്ചാലോ? നമ്പൂതിരി ആരാഞ്ഞു. നീയത് ചെയ്താൽ അവർ അലിയും. മകനെ കമ്പൽ ചെയ്യും. അമ്മയുടെ വാക്ക് പ്രശാന്ത് തള്ളില്ല. ശ്രുതിയുടെ മുഖം പുച്ഛത്തിൽ ചുളിഞ്ഞു. പ്രശാന്ത് ഒരു മണ്ടനാണെന്നാണോ ഇപ്പോഴും അച്ഛൻ്റെ ധാരണ? മണ്ടന്മാരാണെന്ന് തോന്നും. ഇനി ആ അമ്മ പറഞ്ഞാൽ ഇത്തരമൊരു കാര്യത്തിന് പ്രശാന്ത് വഴങ്ങില്ലച്ചാ. സ്നേഹമായിരിക്കുമ്പോൾ ചിലർ ക്ഷമയുടെ നെല്ലിപ്പലക വരെ താണുന്നു വരും. ശത്രുതയിലായാൽ അവർ പിന്നെ അണുവിട നീങ്ങില്ല. പ്രശാന്തിനെ ഞാൻ പഠിച്ചത് അങ്ങനെയാ. ബിൽ പേ ചെയ്യാൻ അച്ഛനെ കൊണ്ടാവില്ലെങ്കിൽ ഞാനും പ്രശാന്ത് ശത്രുക്കളായി തന്നെ ഇവിടെ താമസിച്ചോളാം. അച്ഛനും അമ്മയും വട്ടിയൂർക്കാവിലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. പ്ലേറ്റിൽ കൈ കുടഞ്ഞ് ശ്രുതി ഊൺമേശയെ വിട്ടുപോയി. നമ്പൂതിരിയും ഗിരിജയും ഞെട്ടലിൽ പരസ്പരം നോക്കി. നോ. നമ്പൂതിരിയും പ്ലേറ്റിൽ കൈ കുടഞ്ഞ് എഴുന്നേറ്റു. വയസ്സായിട്ടും അദ്ദേഹം വീറുള്ളവനാണെന്ന് തോന്നിയപ്പോൾ ഗിരിജയ്ക്ക് സന്തോഷമായി. പക്ഷേ ആ നോയുടെ അർത്ഥം മാത്രം അവർക്ക് മനസ്സിലായില്ല. പുറത്തുനിന്ന് കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ കൈ കഴുകി ടവൽ കൊണ്ട് തുടച്ചിട്ട് ഗിരിജ പൂമുഖത്തേക്ക് ചെന്നു. സിറ്റ് ഔട്ടിലെ ഗ്രാനൈറ്റ് സെറ്റിയിൽ കുടയും ബാഗും മടിയിലമർത്തി ഇരുന്നിരുന്ന ബ്രോക്കർ കേശവൻ നായർ ആദരവോടെ എഴുന്നേറ്റ് തൊഴുതു. നിങ്ങളെ ഞാൻ എത്ര നാളായി കേശവൻ നായരെ കാത്തിരിക്കണോ? ഗിരിജ അന്വേഷിച്ചു. ഒരുത്തി ഇവിടെ കൊണ്ടുവന്നാക്കി പോയിട്ട് നിങ്ങളുടെ പൊടി പോലും കാണാനില്ല. ആ മൊബൈൽ നമ്പർ വിളിച്ചിട്ട് കിട്ടണതുമില്ല.
4-5 ആൾ ഉപയോഗിച്ച പഴയ ഫോണാ ടീച്ചറെ ഇത്. കരയുന്ന സ്വരത്തിൽ കേശവൻ നായർ ചിരിച്ചു. വെറുതെ കിട്ടിയതല്ലേ, എപ്പോഴും കേടാ. നമ്മുടെ രാജസുലോചന കൊള്ളാവോ? അവൾ സുഖമായിരിക്കുന്നോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചാകുന്നോളാ. ഇടഞ്ഞാലോ നീറ് കടിക്കും പോലെയാ. വിടില്ല. സൂര്യനെയും ചന്ദ്രനെയും വക വയ്ക്കത്തുമില്ല. പെണ്ണായി പിറന്ന കാര്യം പോലും മറന്നു കളയും. പക്ഷേല് നല്ല കുടുംബത്തിൽ ജനിച്ചതാണ് കേട്ടോ. ഗതികേട് കൊണ്ടല്ലേ ഈ പണിക്ക് വരണത്. കൂടുതലൊന്നും നിങ്ങളോട് ഞാൻ പറയണില്ല. ഗിരിജയുടെ മുഖം കനത്തു. കുടുംബത്തിൽ ജനിച്ചവളാണെങ്കിൽ എത്രയും നേരത്തെ അതിനെ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോയാൽ കേശവൻ നായർ ആവശ്യപ്പെടുന്ന രൂപ ഞാൻ തരും. വെറ്റിലക്കാര പുരണ്ട ലക്ഷണം കെട്ട പല്ലുകൾ കാണിച്ച് ആ സാധു പുഞ്ചിരിച്ചു. എൻ്റെ ശ്രീപത്മനാഭ, എൻ്റെ പഴനി ആണ്ടവ, വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്. അവളെ വിളിച്ചുകൊണ്ടു പോവാനല്ലേ ടീച്ചറെ കേശവൻ നായർ വന്നത്? രാജസുലോചന എന്ന ദുർബാധയെ എങ്ങനെ ഒഴിപ്പിക്കുമെന്ന് ഓർത്ത് തലപുകച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആ പുലിത എലിയായി മാറിയിരിക്കണത്. എങ്കിലും ഉള്ളിൽ പതഞ്ഞുയർന്ന സന്തോഷമൊന്നും ഗിരിജ പുറമേ ഭാവിച്ചില്ല. അവളെ വിളിച്ചോണ്ടു പോവാനാണ് കേശവൻ നായർ വന്നതെങ്കിൽ ഞങ്ങൾക്കതിൽ അങ്ങേയറ്റത്ത് സന്തോഷമേ ഉള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത്. ആകട്ടെ, ഇപ്പം തന്നെ കൊണ്ടുപോവുകയാണോ? അയ്യോ! ഒരു ഞെട്ടൽ ഭാവിച്ചിട്ട് കേശവൻ നായർ ചമ്മലിൽ തലചൊറിഞ്ഞു. എന്തേ പെട്ടെന്നൊരു മാറ്റം? ഗിരിജയുടെ പുരുകൻ ചുളിഞ്ഞു. അവളെ കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചോടെ ഡിമാൻഡ് കൂട്ടുക. എൻ്റെ പൊന്നു ടീച്ചറെ, വീണ്ടും കരയുന്ന സ്വരത്തിൽ കേശവൻ നായർ അറിയിച്ചു. കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞത് നേര് തന്നെ. അത് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയൊന്നും മോഹിച്ചല്ല കേട്ടോ. അവളെ കൊണ്ട് ഞങ്ങൾക്കൊരാവശ്യം വന്നതുകൊണ്ടാണ്. അതല്ലേ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞത്. ഗിരിജ അന്തർജനം ശബ്ദമുയർത്തി. പിന്നെന്തേ ഒരമാന്തം? നിങ്ങൾ കൊണ്ടുവന്ന അവളെ കൊണ്ട് ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എണ്ണമിട്ട് വിവരിക്കണോ? ഒന്ന് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ തീരെ സഹിക്കാൻ വയ്യാതായിരിക്കണത്. എൻ്റെ മകൾക്കും ഭർത്താവിനും മധ്യ അവൾ കയറി നിന്നത്. അയ്യോ, അത് മാത്രം ആ പെങ്കൊച്ച് ചെയ്യത്തില്ല ടീച്ചറെ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അന്തസ്സും അഭിമാനവും ഉള്ളവളാ കൊച്ച്. കൊച്ചോ? ഗിരിജ ചിറി കൂട്ടി. എൻ്റെ പ്രായമുണ്ട് അവൾക്ക്. ടീച്ചറുടെ പ്രായം കേശവൻ നായർക്ക് അറിയത്തില്ല. പക്ഷേല് രാജസുലോചനയുടെ പ്രായം എനിക്കറിയാം. ജാതകം നോക്കിയിട്ടല്ല, കൊച്ചുനാൾ തൊട്ട് കാണുന്നതല്ലേ ടീച്ചറെ. ഒരു 35, അതിൽ കൂടുതൽ വരുത്തില്ല. തടിയുള്ളത് കൊണ്ട് ഇച്ചിരി കൂടുതൽ തോന്നിക്കും. പക്ഷെ കേശവൻ നായരെ, ഗിരിജ പരിഹാസത്തിൽ ചിരിച്ചു. അവൾ അവളുടെ പ്രായം പറഞ്ഞത് 38. അവളെപ്പോലൊരു ശൃംഗാരി കോത പ്രായം കൂട്ടി പറയുമോ? പറയും ടീച്ചറെ. കേശവൻ നായർ വായിൽ കൈ പൊത്തിപ്പിടിച്ചു. ടീച്ചറെ പോലുള്ള കൊച്ചമ്മമാർ പ്രായം 10 വയസ്സ് കുറച്ച് പറയുമ്പം അവളെപ്പോലുള്ള വീട്ടുവേലക്കാരികൾക്ക് 10 വയസ്സെങ്കിലും കൂട്ടി പറയാതെ പറ്റത്തില്ല. കൊച്ചമ്മമാർക്ക് സംശയം തോന്നാതിരിക്കാനും ഏമാന്മാരുടെയും ആൺമക്കളുടെയും ആക്രമണങ്ങളിൽ നിന്നൊഴിയാനും അതൊരു വഴിയാണെന്ന് എല്ലാ പെണ്ണുങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ. ബ്രോക്കറായ എൻ്റെ കൂടല്ലേ അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അത്തരം പെണ്ണുങ്ങളുടെ കമ്മീഷൻ കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് അവരുടെ പക്ഷമല്ലേ പറയാൻ പറ്റൂ? അത് നേരാ. അതുങ്ങളോട് നന്ദികേട് കാട്ടിയാ നമ്മൾ ഗുണം പിടിക്കത്തില്ല ടീച്ചറെ. അതുകൊണ്ടാ ടീച്ചറുടെ മോടെ ഭർത്താവിനെ സുലോചന വശീകരിക്കാൻ നോക്കിയെന്ന് പറഞ്ഞപ്പം കേശവൻ നായർ എതിർത്തത്. മോടെ ഭർത്താവിനെ വശീകരിക്കാൻ നോക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മോടെ ഭർത്താവിൻ്റെ അടുത്ത് മോളെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണി കാണാതെ അവൾ വിളിച്ചു പറയും. കേശവൻ നായർ തലകുലുക്കി. അതവളുടെ ഒരു കുഴപ്പമാ ടീച്ചറെ. അതിൻ്റെ പേരിൽ പലയിടത്തുനിന്നും അവൾ പുറത്തായിട്ടുണ്ട്. അതുപോലെ അവളെ ഒന്ന് വിളിച്ചോണ്ട് പോകാമെന്ന് എൻ്റെ കൂടെ ചോദിച്ച വേറെയും കുറേ പേരുണ്ട്. എന്ത് ചെയ്യാം, ആ സ്വഭാവം അവളെ കൊണ്ട് മാറ്റാനേ പറ്റില്ല. പക്ഷേൽ ഒരു നേരമുണ്ട് ടീച്ചറെ. കണ്ണി കണ്ടതേ അവൾ പറയത്തുള്ളൂ, കാണാത്തത് പറയത്തില്ല. കണ്ടത് പറയാതിരിക്കുകയും കാണാത്തത് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരുടെയൊക്കെ കണ്ണിൽ അവളൊരു പൊക്കണം കെട്ട കൂതറയാ. പക്ഷേൽ എൻ്റെ പെണ്ണുമ്പുള്ള സരോജത്തിന് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും അല്ല എനിക്കറിയേണ്ടത്. ഗിരിജയുടെ ക്ഷമ കെട്ടു. ആ രാജസുലോചനയെ എപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുമെന്നാണ്. അതല്ലേ ടീച്ചറെ പറഞ്ഞു വരണത്. കേശവൻ നായരുടെ സ്വരത്തിലും നേരിയൊരു അസഹ്യത വന്നു. ഇവിടുന്ന് എപ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചാലും രാജസുലോചനയ്ക്ക് എൻ്റെ ഒപ്പം പോരാൻ മനസ്സൊന്നും വേണ്ടായോ? അതാദ്യം അറിയട്ടെ. 6 മാസമെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന വാക്കില അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത്. എന്നിട്ട് 1 മാസം ആവും മുമ്പേ വിളിച്ചോണ്ട് പോകാൻ വന്നാൽ
അവൾ ചോദിക്കത്തില്ലയോ ഇതെന്തരാണ്ണ എന്ന്? ചോദിക്കുക മാത്രമല്ല, അവൾ വരികയുമില്ലെന്നാ എൻ്റെ വിചാരം. ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. 6 മാസത്തെ അവധിയാ അവള് പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് ചോദിക്കണ രൂപ തരാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാ. എനിക്ക് രൂപയൊന്നും വേണ്ട ടീച്ചറെ, കേശവൻ നായർ ചിരിച്ചു. അതൊന്നുകൂടെ പറഞ്ഞേക്കാം. ഒരു വീട്ടിൽ ചെന്നാ എളുപ്പം അവിടുന്ന് പോരാൻ അവൾ മടിക്കണത് അവൾക്ക് പോകാൻ സ്വന്തമായൊരു വീടില്ലാത്തത് കൊണ്ടാ ടീച്ചറെ. അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിലും അവിടെ അവളുടെ ശമ്പളം പറ്റാനല്ലാതെ ഒരു രാവ് പോലും അതിനെ കൂടെ താമസിപ്പിക്കാൻ അവളുമാർക്ക് സമ്മതമല്ല. അപ്പൊ പിന്നെ മറ്റൊരു വീട്ടിൽ പണി ശരിയാവാതെ എങ്ങനെ ടീച്ചറെ നിൽക്കണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത്? ടീച്ചറുടെ പ്രായമാണെന്ന് ടീച്ചർ പറയുന്നുണ്ടെങ്കിലും രാത്രി തെരുവിലായി പോയ അവിടുത്തെ തെമ്മാടികൾക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. മറ്റെവിടെങ്കിലും അവൾക്ക് പണി ശരിയാക്കിയിട്ടാണോ ഇപ്പോൾ ഇയാൾ വന്നിരിക്കണത്? ടീച്ചർക്ക് അവളെ വേണ്ടെന്ന കാര്യം ഇവിടെ വന്നപ്പോഴല്ലയോ ടീച്ചറെ ഞാൻ അറിയുന്നത്. അപ്പൊ പിന്നെ ഞാൻ അവൾക്ക് എങ്ങനാ മറ്റെവിടെങ്കിലും പണി ശരിയാക്കുന്നത്? അത് ശരി. ഗീരിജയ്ക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതായി. അപ്പൊ പിന്നെ താൻ എന്താ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? രാജസുലോചനയ്ക്ക് സമ്മതമാണെങ്കിൽ ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചാ. ഗിരിജയുടെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. അപ്പോ താൻ അവളെ കല്യാണം കഴിക്കാൻ പോവാ? തുടർന്ന് തൻ്റെ ചൂണ്ടുവിരൽ മൂക്കിൽ അമർത്തി പിടിച്ചു അവർ. എൻ്റെ പണി ഇതാണെന്ന് വെച്ച് വായി വരുന്ന പോക്കണക്കേടെല്ലാം കൂടെ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ ടീച്ചറെ. എനിക്കൊരു ഭാര്യയും 3 പെങ്കൊച്ചുങ്ങളും ഉണ്ട്. ഒന്നിനെ പോലും കെട്ടിച്ചു വിട്ടിട്ടില്ല. മൂത്തതിനെ കാണാൻ ഞായറാഴ്ച തോറും ആള് വരാറുണ്ട്. കൊച്ചുങ്ങൾ 3 കാണാൻ കൊള്ളാവുന്നതായതുകൊണ്ട് വരണോനെല്ലാം ഇഷ്ടമാവും. സ്ത്രീധനം ചോദിക്കുമ്പോഴാ തെറ്റുന്നത്. അപ്പോഴാ ടീച്ചർ എന്നെ കൊണ്ട് ഇയാള് തന്നെയല്ലേ പറഞ്ഞത് മുഹൂർത്തം നോക്കി കൂട്ടിക്കൊണ്ടുപോകുവാന്ന്? മുഹൂർത്തം നോക്കണതൊക്കെ എൻ്റെ അളിയൻ ചെറുക്കന് വേണ്ടിയാ. എൻ്റെ സരോജിനിയുടെ നേരെ ഇളയവൻ ഫൽഗുനൻ പട്ടാളത്തിലായിരുന്നു. അവിടെ വെച്ചൊരു അപകടത്തിൽ ഒരു കാല് പോയി. ഇവിടെ കുറവൻ കോണത്തിപ്പോ ഒരു പെട്ടിക്കടയുണ്ട്. ജീവിക്കാൻ അത് മതി. ഇത്തിരി ഉള്ളിലോട്ട് കയറി ഓട്ടോ വഴിയിൽ ഒരു 3.5 സെന്റും ഒരു കൊച്ചു 2 മുറി വീടും ഉണ്ട്. പക്ഷെ 5 വർഷമായി പെണ്ണ് അന്വേഷിച്ചിട്ട് ശരിയാവുന്നതേയില്ല. അപ്പോഴാ സരോജിനി എവിടെ കാര്യം പറയണത്? നമ്മുടെ രാജസുലോചനയുടെ. ഫൽഗുനൻ അവിടെ എവിടെയോ വെച്ച് അവളെ കണ്ടിട്ടുമുണ്ട്. അവനും സമ്മതം. എങ്കിൽ പിന്നെ അവളോടൊന്ന് ചോദിക്കാമെന്ന് വെച്ച് വന്നതാ ഞാൻ. സമ്മതമാണെങ്കിൽ ഒരു നല്ല മുഹൂർത്തം നോക്കി വന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച. 2-3 നിമിഷങ്ങളോളം ഗിരിജ ഒരക്ഷരവും ശബ്ദിക്കാതെ കേശവൻ നായരെ തന്നെ നോക്കി നിന്നു. പിന്നെ പറഞ്ഞതൊക്കെ നേരാണെങ്കിൽ നല്ല കാര്യമാ. ഒരു വീട്ടവേലക്കാരിയെ അളിയൻ കല്യാണം കഴിക്കുന്നതിൽ കേശവൻ നായർക്കും ഭാര്യയ്ക്കും വിരോധമില്ലെങ്കിൽ വീട്ടുവേലയ്ക്ക് നടക്കണവരും മനുഷ്യജീവികളല്ലേ ടീച്ചറെ? അവർക്കും ഒരു ജീവിതം വേണ്ടായോ? ദരിദ്രക്കാരിയാണെങ്കിലും അവളും സ്വജാതിയിലൊരു പെണ്ണാ. അളിയൻ ചെറുക്കനെന്ന് ഞാൻ പറഞ്ഞെങ്കിലും 40-40 വയസ്സായി അവനും. ഒരു കാലില്ലാത്തവനാന്നറിയുമ്പം പെൺപിള്ളേർക്കെല്ലാം ഒരു ഇഷ്ടക്കുറവ്. ആ കുറവറിയാതെ അവനെ സ്നേഹിക്കാൻ ഒരു പെണ്ണിനെയാ ഞങ്ങളും നോക്കണത്. എങ്കിൽ സുലോചനെ ഞാൻ ഇങ്ങ് പറഞ്ഞയക്കാം. ഉത്സാഹത്തോടെ ഗിരിജ അടുക്കളയിലേക്ക് പോയി. സുലോചനെ, നിന്നെ കാണാൻ നിന്റെ കേശവണ്ണം വന്നിരിക്കുന്നു. ഉച്ചയൂണിന് ശേഷം സിങ്കിൽ കൂട്ടിയിട്ടിരുന്ന പാത്രങ്ങൾ സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് നല്ല തിളക്കത്തോടെ റാക്കിൽ അടുക്കുകയായിരുന്നു സുലോചന. ശരിക്കും അതിശയിച്ചു പോയി. ഈ വീട്ടിൽ കാലുകുത്തിയ ശേഷം ഗിരിജാന്തർജനം തന്നോട് ഇത്ര സ്നേഹമായി സംസാരിച്ചിട്ടില്ല. കേശവാണനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നതിനാൽ ജോലി പാതിയിൽ നിർത്തിയാണ് അവൾ പൂമുഖത്തേക്ക് ഓടിച്ചെന്നത്. കേശവൻ നായർ പറഞ്ഞതെല്ലാം സുലോചന ശ്രദ്ധയോടെ കേട്ടു. ഒറ്റക്കാലിനായ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ മനസ്സ് കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, കേശവൻ നായർ അറിയിച്ചു. നിന്നെ ഞങ്ങൾ കുരിക്കിൽ ചാടിച്ചു എന്ന് തോന്നാൻ പാടില്ല. വീട്ടുവേലക്കാരിയും ആരോരുമില്ലാത്തവളുമായി എന്നെ കല്യാണം കഴിക്കാൻ സ്നേഹത്തോടെ ഒരാൾ വന്നാൽ അയാൾക്ക് 2 കാലും ഇല്ലെങ്കിലും ഞാൻ സഹിക്കും കേശവണ്ണ. രണ്ടാമതൊന്നും ആലോചിക്കാതെയായിരുന്നു സുലോചനയുടെ മറുപടി. എന്നാൽ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണമെണ്ണ. എനിക്ക് വേണ്ടി ആലോചിക്കാൻ ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് കേശവാണനൊന്ന് വരാവോ? ആ വരാം. കൂടെയും ബാഗും എടുത്ത് കേശവൻ നായർ എഴുന്നേറ്റു. എന്നാ നീ പോണത്? തിരിച്ചു ചെന്ന സുലോചനയോട് ഗിരിജ തിരക്കി. ഏതായാലും ചാച്ചി എനിക്ക് 6 മാസം സമയം തന്നിട്ടുണ്ടല്ലോ, ഞാനെന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോണ്ടിരുന്നാ ആ ഒറ്റക്കാലം വേറെ പെണ്ണ് കിട്ടും. ഗിരിജ കൈ ചൂണ്ടി. അതാണ് എൻ്റെ തലയിലെടുത്തെങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാൻ ഇവിടുന്ന് പോയാ പ്രശാന്ത് സാറിൻ്റെ അമ്മയുടെ കാര്യം കഷ്ടത്തിലാവും. അപ്പോൾ ഞങ്ങളെ മുടിച്ചിട്ടേ നീ പോകൂ. സുലോചന അതിന് മറുപടി പറഞ്ഞില്ല. ഗിരിജ നേരെ സുമംഗല ടീച്ചറിൻ്റെ അരികിലെത്തി. കേശവൻ നായർ വന്ന് പറഞ്ഞതെല്ലാം
ആലങ്കാരിക ഭാഷയിൽ ആ മുന്നിൽ അവതരിപ്പിച്ചു. പണിയെടുക്കാൻ വയ്യാതായ അവളെ ആര് നോക്കും? അവൾക്ക് ആരുണ്ടാകും? സുമംഗലേട്ടത്തിയുടെ സംരക്ഷണത്തിനെന്നും പറഞ്ഞ അവൾ ഇവിടെ നിൽക്കണത്. ഇത്രയും പ്രായമായ അവൾക്ക് ഇനി ഇതുപോലൊരു അവസരം കിട്ടുമോ സുമംഗലേട്ടത്തി? സത്യത്തിൽ സുമംഗലേട്ടത്തിക്ക് എന്തിനാ ഇവിടെ അവളുടെ സഹായം? ഇവിടെ നിന്നോണ്ട് അവൾ സുമംഗലേട്ടത്തെയും ഞങ്ങളെയും തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമമാണ്. മാത്രമല്ല, ഇപ്പോൾ പ്രശാന്ത് മോൻ മുന്നൂനെതിരായിരിക്കണതും അവൾ ഒരുത്തി കാരണമാണ് സുമംഗലേട്ടത്തി. ആ 2 കുട്ടികളെ ഓർത്തെങ്കിലും സുമംഗലേട്ടത്തി അവളോട് ആ കേശവൻ നായരോടൊപ്പം പോകാൻ പറയണേ. സുമംഗല ടീച്ചർ അത്ഭുതത്തിൽ ഗിരിജാന്തർജനത്തിനെ നോക്കി. അവളെ ഗിരിജ വിളിച്ചു വരുത്തിയതല്ലേ? പക്ഷേ അവൾ നമുക്കൊരു തലവേദനയാകുമെന്ന് ആരോർത്തു സുമംഗലേട്ടത്തി? തിരിച്ചു പോകുന്നത് കൊണ്ട് അവൾക്ക് ഗുണമുണ്ടാവുമെങ്കിൽ ഞാൻ അവളോട് പറയാം. അതുപോലെ വീട് പണിഞ്ഞതിൻ്റെ ബില്ല് കൊടുക്കണമെന്ന് പ്രശാന്ത് മോൻ നിർബന്ധം പിടിക്കുകയാണല്ലോ സുമംഗലേട്ടത്തി. അതിനുള്ള പണമൊന്നും മുന്നൂൻ്റെ അച്ഛൻ്റെ കയ്യിലില്ലെന്നാ പറയണത്. പണമില്ലെങ്കിൽ ഈ വീട് സ്ഥലവും പ്രശാന്തിൻ്റെയും കൂടി പേരിലാക്കണമെന്നാ പ്രശാന്തിൻ്റെ ശാഠ്യം. ഏട്ടത്തിയും കേട്ടതാണല്ലോ. ഏട്ടത്തി ഒന്ന് പ്രശാന്തിനോട് പറഞ്ഞാൽ അവൻ്റെ കടുംപിടുത്തമായി എനിക്ക് ഉറപ്പാ. പ്രശാന്ത് പറയണത് അവിവേകമായിരുന്നെങ്കിൽ ഞാൻ അവനെ ഉപദേശിച്ചേനെ. അവനുള്ളതെല്ലാം വിറ്റ് കിട്ടിയ പണം കൊണ്ട് പണിത വീട്ടിൽ അവനും കൂടി അവകാശം വേണമെന്ന ശാഠ്യം അത്രയ്ക്ക് കടുംപിടുത്തമാണോ ഗിരിജെ? മറുപടി പറയാൻ ഗിരിജയ്ക്ക് വിമ്മിട്ടമായി. സുലോചനയോട് ഞാൻ സംസാരിക്കാം. വാക്ക് കൊടുക്കുന്നത് പോലെയാണ് ടീച്ചർ പറഞ്ഞത്. അവൾക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ കിട്ടട്ടെ, പാവം. മറ്റാരേക്കാൾ എനിക്ക് അവളെ അറിയാം. സുമംഗലേട്ടത്തിക്ക് അവളെ തീരെ അറിയില്ല. എൻ്റെ മകളെപ്പറ്റി പ്രശാന്തിൻ്റെ അടുത്ത് അവളെ ഏഷണി പറഞ്ഞു കൊടുത്തപ്പോൾ കരണക്കുറ്റിക്കൊന്നു കൊടുത്ത് കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളേണ്ടതായിരുന്നു ഞങ്ങളത് ചെയ്തില്ലെന്നേ ഉള്ളൂ. കരണക്കുറ്റിക്കൊന്നു കൊടുത്ത് കഴുത്തിന് പിടിച്ച് അവളെ വെളിയിൽ തള്ളാൻ ഗിരിജയെ പോലുള്ളവർക്ക് തോന്നിയേക്കാം. പക്ഷെ ഞാനിവിടെ കയറി വന്നപ്പോൾ ഗിരിജ എന്നോട് എന്തൊക്കെ ചെയ്തതെന്ന് ഓർത്തു നോക്കൂ. അന്ന് എന്നോട് കരുണ കാണിച്ചത് ഈ രാജസുലോചനയാ. ഭൂരിപക്ഷമായ നിങ്ങളെ എതിർത്തുകൊണ്ട് വെറും ന്യൂനപക്ഷമായ എന്നെ സഹായിക്കണമെങ്കിൽ നിറഞ്ഞ ധാർമ്മികതയും അതിലെത്രയോ ഇരട്ടി തൻ്റെ ഇടവും വേണം. ഒരു വീട്ടുവേലക്കാരിക്ക് അത് പാടില്ലെന്നാണോ? അവൾ അന്ന് എന്നോട് കാണിച്ച കരുണയ്ക്ക് ഞാൻ നന്ദി കാട്ടണ്ടേ? അവളെ ഗിരിജ ദുഷിച്ചു പറഞ്ഞ് അത് കേട്ട് മിണ്ടാതിരിക്കുന്ന ഞാൻ ഏത് തരക്കാരിയാ? അത് ശരി. ക്രുദ്ധിയായി ഗിരിജ എഴുന്നേറ്റു. നിങ്ങളിപ്പോൾ തുറന്ന യുദ്ധത്തിനാണ്. തുറന്നായാലും ഒളിഞ്ഞായാലും യുദ്ധത്തിനേ ഇല്ല ഞാൻ. അതെൻ്റെ രീതിയുമല്ല. തിന്മയെ പ്രോത്സാഹിപ്പിക്കാനും മൗനമായി അതിനെ അംഗീകരിക്കാനും കഴിയില്ല എന്ന് മാത്രം. എൻ്റെ ഉണ്ണി അനുവദിക്കാച്ച ഈ നിമിഷം ഈ വീട് വിട്ടുപോകാൻ ഞാൻ തയ്യാറാ. അവനെ ധിക്കരിച്ചത് ചെയ്യാനാവില്ലെന്നേ ഉള്ളൂ. ടീച്ചർ പറഞ്ഞ് അവസാനിക്കും മുമ്പേ ഗിരിജ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ ഭർത്താവിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. എനിക്കൊരു കാര്യം ഇപ്പോൾ ഉറപ്പായി ദാമോദരേട്ടാ. പ്രശാന്ത് എങ്ങനെ ഇടം തിരിഞ്ഞ് നിൽക്കണത് സുമംഗലയുടെ ഉപദേശം ഒന്നുകൊണ്ട് തന്നെയാ. ഈ വീട്ടിൽ പ്രശാന്തിന് അവകാശം നൽകാതെ അവൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. ആ വീട്ടുവേലക്കാരിയുടെ കാര്യത്തിൽ പോലും അവർക്ക് എന്തൊരു വീറാ. അമ്മയും മകനും ആ അസത്ത് വേലക്കാരിയും പിന്നെ നമ്മുടെ മോൾക്ക് പിറന്ന ആ കുരുട്ട് ചെക്കനുണ്ടല്ലോ യദു, അവർ 4 ഒരു ടീമാ. താൻ ചുമ്മാ മണ്ടത്തരം പറയാതെ ഗിരിജയെ. ദാമോദരൻ നമ്പൂതിരിപ്പാട് ചിരിച്ചു. ആ രാജസുലോചനയെ എന്നെ ചേർത്ത് പോലും താൻ തോന്നിയാസം പറഞ്ഞില്ലേ? നാട്ടും പുറത്തെ ഒരു കൂട്ട ഏഷണിക്കാരി പെണ്ണുങ്ങളെപ്പോലെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാനേ തനിക്കറിയൂ. തൻ്റെ ഈ സ്വഭാവം, തൻ്റെ മോളുടെ എടുത്തുചാട്ടവും ഒന്നുകൊണ്ട് മാത്രമാ പ്രശാന്ത് ഇപ്പം നമുക്കെതിരായത്. എനിക്ക് തോന്നണില്ല. എനിക്ക് തോന്നണുണ്ട്. പക്ഷെ നമ്മുടെ മോൾ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ എനിക്കിത്തിരി സംശയമുണ്ട്. ഇല്ലാതെ വേറെ വഴികളില്ല. വേറുള്ള വഴികൾ ഇത്തിരി അപകടം പിടിച്ചതാ ഗിരിജെ. മുന്നും പ്രശാന്തും കുട്ടികളും പരസ്പരം കൈകോർത്ത് ഒരുമിച്ച് കഴിയണമെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. അത്യാവശ്യം കസർത്തുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സിറ്റിയിൽ ഒരു നല്ല ഇമേജ് ഉണ്ട്. മറ്റു വഴിയിലേക്ക് ഇറങ്ങിയാൽ അതൊക്കെ ചിലപ്പോൾ കൈമോശം വന്നു എന്ന് വരും. മുന്നുവിനീടെ ഈയിടെയായിട്ടൊരു മനമാറ്റം വന്നിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം. പ്രശാന്തിൻ്റെ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴും അവൾ അവൻ്റെ പക്ഷം ചേർന്ന് സംസാരിച്ച പോലെ എനിക്ക് തോന്നി. അവൻ്റെ പക്ഷം ചേരാനല്ല ഞാൻ പറഞ്ഞത്, അവനെയും അമ്മയും വശീകരിക്കാനാ. അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. ശരി, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മുന്നു ഇങ്ങനെ എങ്ങും തൊടാതെ നിൽക്കണത് കൊണ്ടാണ് ഞാൻ ദാമോദരേട്ടനോട് പറയണത്. ആ കേശവൻ നായർ രാജസുലോചനയ്ക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നിരിക്കണം. അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ അതൊരു ചാൻസാ. അക്കാര്യത്തിലൂടെ ദാമോദരേട്ട ഒന്ന് ശ്രദ്ധിക്കണം. അയ്യേ, ദാമോദരൻ നമ്പൂതിരി മുഖം ചുളിച്ചു. എന്തിനാ അവളെ പറഞ്ഞയക്കണത്? നല്ലൊരു വെപ്പുകാരി ഒത്തുകിട്ടാൻ എന്താ പ്രയാസം ഈ കാലത്ത്?
സുധാകർ മംഗളോദയത്തിൻ്റെ അമ്മ വീട് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്